മലപ്പുറം പുളിക്കൽ ആന്തിയൂർ കുന്നിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുതിയ പറമ്പത്ത് ജാഫറിന്റെ ഭാര്യ ബുഷ്രയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. വീടിന് മുന്നിൽ നിന്ന് ബുഷ്രയെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. മുബഷീർ പി അക്ബർ വിവരങ്ങൾ നൽകും. ബഷീർ, എന്താണിപ്പോൾ ബുഷ്രയുടെ അവസ്ഥ? കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാര്യമായി പരിക്കേറ്റിരിക്കുന്നു. ഇതെപ്പോഴാണ് ഈ സംഭവം? ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടക്കുന്നത്. സ്മൃതി, മലപ്പുറം ജില്ലയിലെ പുളിക്കൽ ആന്തിയൂർ കുന്ന് എന്ന് പറയുന്ന മേഖലയിൽ രാവിലെ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന വീട്ടമ്മയായിട്ടുള്ള ഈ ജാഫറിന്റെ ഭാര്യയായിട്ടുള്ള ബുഷറ എന്ന് പറയുന്ന യുവതിക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പുതിയ പറമ്പത്ത് ജാഫറിന്റെ ഭാര്യ ബുഷറ വീടിന് മുൻപിൽ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് അതുവഴി ഓടിയെത്തിയ കാട്ടുപന്നി യുവതിയെ ആക്രമിച്ചത്. ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ഇവർ ചികിത്സയിൽ തുടരുകയാണ്. ഈ മേഖലയൊന്നും കാട്ടുപന്നി ശല്യമൊന്നും തന്നെ സമീപകാലത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. കാരണം ജനവാസ മേഖലകളിലേക്ക് ഇത്തരത്തിലുള്ള കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ അവിടെയുള്ള ചില കൂട്ടായ്മകളും ക്ലബ്ബ് പ്രവർത്തകരും, അതായത് ആന്തിയൂർ കുന്ന് നാട്ടുരുമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ സംഭവം നടന്ന സ്ഥലത്ത് ഈ കാട്ടുപന്നിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും അതിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഇനിയും അത് മറ്റു പല ആളുകളെയും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. വനം വകുപ്പും പഞ്ചായത്തും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം ഇക്കാര്യത്തിൽ ഈ വീട്ടമ്മയായിട്ടുള്ള ബുഷറയ്ക്ക് പുറത്തും അതുപോലെ തന്നെ ശരീരത്തിൽ വലിയ രീതിയിൽ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്. ആ നിലയിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ആക്രമണമായതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റ് അവർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലും തുടരുകയാണ്. അവരുടെ ചികിത്സയ്ക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സഹായ സംവിധാനം ഉൾപ്പെടെ ഗവൺമെന്റിൽ നിന്നും ഉണ്ടാകണമെന്നുള്ളതും നാട്ടുകാർ ഒരുപോലെ പറയുന്നുണ്ട്. സ്മൃതി, ശരി. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.